ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നൊരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി തലേ ദിവസം തന്നെ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർക്കണം. ഒരു 5-8 മണിക്കൂർ കടല കുതിർത്തതിന് ശേഷം രാവിലെ അത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി അതൊരു കുക്കറിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പിടണം. അതിനുശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് ആ കടലയൊന്ന് അടുപ്പത്ത് വേകാൻ വയ്ക്കാം. ഒരു 8 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. വേണമെങ്കിൽ നന്നായിട്ട് കടല ഒരിക്കലും അധികമായിട്ട് വെന്ത് പോകില്ല. അപ്പോൾ ഒന്ന് സിമ്മിൽ വെച്ച് കുറച്ചും കൂടെ വേണമെങ്കിൽ 2-3 മിനിറ്റും കൂടെ വേവിക്കാം. 2-3 സവോള, 1 കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിക്കുക. അത് എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ സവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ചെറുതായിട്ടൊന്ന് ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മൂക്കണ്ട. ഇതുപോലെ ആയി കഴിയുമ്പോൾ ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഈ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് ഉള്ളി വഴറ്റിയത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് അരച്ചെടുക്കാനാണ്. എന്നുവെച്ചാൽ ഈ കടലയിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. അതിന് പകരം ഇത് അരച്ച് ചേർക്കുക. അതിലേക്ക് കുറച്ച് കടലയും കൂടെ ചേർത്ത് അരച്ചെടുക്കണം. ഇത്രയും ഉള്ളി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇടുക. അതിനുശേഷം ആ കടല വേവിച്ചതിൽ നിന്നും ഒരു 3-4 ടീസ്പൂൺ കടലയും കൂടെ അതിലേക്ക് ഇടണം. ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് അരയ്ക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഞാൻ നിങ്ങളുടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് വീണ്ടും ആ വഴറ്റിയ എണ്ണയിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ ആ കടല വേവിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ചാറൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. താങ്ക് യു.